ഇനി മൊത്തത്തിൽ നമ്മൾ ഈ ഡോംസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 18-20% ആണ് ഇവരുടെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് 24 ഉണ്ടെങ്കിലും അത് 18-20ലേക്ക് തന്നെ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലേക്ക് തന്നെ കുറയാൻ സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി യൂണിക്ലാൻഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അതിനുശേഷം കമ്പനിയുടെ ഇപ്പോഴത്തെ എബിറ്റ മാർജിൻ എന്ന് പറയുന്നത് 16.5 to 17.5 ആണ് ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് 17.5 ഉണ്ട്. അതേപോലെ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏകദേശം 11% മുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന 10, 10.6, 10.5, 10.6 ആ ഒരു രീതിയിലാണ്. നമ്മൾ ഇതിനെ മൊത്തത്തിൽ ഇവരുടെ റവന്യൂ ഗ്രോത്ത് 18-20%, 88% റവന്യൂ ഗ്രോത്ത് എടുത്താൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 2250 കോടി ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു പാറ്റ് മാർജിൻ ആണല്ലോ ഒരു 10.5 to 11% എടുത്താൽ ഏകദേശം 240-250 കോടികളാണ് ഇവരുടെ ടോട്ടൽ പാറ്റ് വരാൻ സാധ്യത ഈ ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിന് ഏകദേശം ഒരു 240 കോടി രൂപ പാറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫോർവേഡ് പി ആയിട്ട് കിട്ടുന്നത് ഏകദേശം 66-67 ആ ഒരു റേഞ്ചിലാണ് ഫോർവേഡ് പി കിട്ടുക. കറണ്ട് പി എന്ന് പറഞ്ഞാൽ 74-75 കറണ്ട് പി ഉള്ളത്. കുറച്ച് ഹൈ പിയിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ കമ്പനി ഈ ഒരു സെക്ടറിലെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.